രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യൻ താരങ്ങളായ അജിങ്ക്യ രഹാന, കരുൺ നായർ, റിയൻ പരാഗ് എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഛത്തീസ്ഗഡിനെതിരെ നടന്ന മത്സരത്തിൽ മുംബൈയുടെ താരവും ഇന്ത്യൻ വൈറ്ററ താരവും കൂടിയായ അജിങ്ക്യ രഹാന സെഞ്ചുറി നേടി. 21 ഫോറുകളുടെ അകമ്പടിയോടെ 159 റൺസാണ് രഹാന നേടിയത്. രഹാനയുടെ സെഞ്ചുറി കരുത്തിൽ മുംബൈ 400 കൂടുതൽ സ്കോർ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഒഴിവാക്കിയ മലയാള താരം കൂടിയായ കരുൺ നായർക്ക് രഞ്ജിയിൽ സെഞ്ചുറി. ഗോവയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ കർണാടകയ്ക്ക് വേണ്ടിയാണ് താരം സെഞ്ചുറി നേടിയത്. 14 ഫോറുകളും 3 സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 174 റൺസാണ് കരുൺ നായർ നേടിയത്. കരുൺ നായരുടെ സെഞ്ചുറി കയറ്റി കർണാടക ഒന്നാം ഇന്നിംഗ്സിൽ 371 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യൻ താരവും രാജസ്ഥാൻ റോയൽസിന്റെ താരവുമായ റിയൻ പരാഗ് രഞ്ജിയിൽ മികച്ച ബൗളിംഗ് പ്രകടനം. ബാറ്റിംഗിൽ താരത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ബൗളിംഗിൽ മികച്ച പ്രകടനമാണ് താരം നടത്തിയത്. സർവീസസിനെതിരെ നടന്ന മത്സരത്തിൽ ആസാമിന് വേണ്ടിയാണ് റിയൻ പരാഗിന്റെ ബൗളിംഗ് പ്രകടനം. 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി താരം 7 വിക്കറ്റുകളാണ് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റുമാണ് നേടിയത്. എന്നാൽ ഈയൊരു മത്സരത്തിൽ സർവീസസ് ആസാമിനെതിരെ ചരിത്ര വിജയം സ്വന്തമാക്കുകയായിരുന്നു. രഞ്ജിയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മത്സരം കൂടിയായിരുന്നു ഇത്. വെറും 90 ഓവറുകളിൽ മാത്രമാണ് മത്സരം നടന്നത്. കൂടാതെ രഞ്ജിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിൽ 2 ഹാട്രിക്കുകൾ പിറന്ന മത്സരം കൂടിയായിരുന്നു ഇത്. സർവീസസിന് വേണ്ടി അർജുനും മോഹിതുമാണ് ഹാട്രിക് വിക്കറ്റ് നേടിയത്. രഞ്ജി ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.